നമസ്കാരം. പ്രമേഹം ഇന്ന് ലോകമാകെ വലിയൊരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രമേഹം ബാധിച്ചാൽ പിന്നെ ആ ഒരു വ്യക്തിയുടെ ജീവിത രീതി തന്നെ മൊത്തം മാറി മറിയുകയാണ്. കൃത്യമായി മരുന്ന് കഴിക്കുകയും ഇൻസുലിൻ കുത്തിവയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ കടുത്ത പ്രമേഹമുള്ള പലരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കണ്ടുപിടുത്തം അമേരിക്കയിൽ നിന്നുണ്ടായിരിക്കുകയാണ്. പ്രമേഹത്തിനുള്ള ഏറ്റവും നല്ല പ്രതിവിധികളിലൊന്ന് മരുന്നല്ല, ഒരു പ്രകൃതിദത്ത ഉൽപ്പന്നമാണ് എന്നാണ്. നമ്മുടെ ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ ജീവിതത്തിൻ്റെ തന്നെ നമ്മുടെ ആഹാരക്രമങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയ ഒരു വസ്തുവാണ് ഇപ്പോൾ പ്രമേഹത്തെ ഇല്ലാതാക്കും എന്ന് ഗവേഷകർ മനസ്സിലാക്കിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഇഞ്ചി തന്നെയാണ് പ്രമേഹത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ പ്രതിവിധി എന്നാണ് ഇപ്പോൾ ഈ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഇഞ്ചിയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്ത്യക്കാരെക്കുറിച്ച്, പ്രത്യേകിച്ച് മലയാളികളെക്കുറിച്ച് പണ്ട് പോലെ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളത് കൃത്യമായി കണ്ടെത്തിയിരുന്നു. ഇന്ന് നമുക്ക് വയറ്റിനെന്തെങ്കിലും അസുഖം ഉണ്ടായാലും നമ്മൾ ഇഞ്ചി കഴിക്കും. അതുപോലെ നമ്മുടെ സദ്യകളിലൊക്കെ തന്നെ ഇഞ്ചിക്കറി ഒഴിവാക്കാനാകാത്ത ഒരു ഘടകമാണ്. അതുപോലെ നമ്മുടെ ഭക്ഷണക്രമത്തിലൊക്കെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളിലൊക്കെ തന്നെ ഇഞ്ചി ചേർക്കാതെ മലയാളിക്ക് ഭക്ഷണം ഉണ്ടാക്കാനേ കഴിയുകയില്ല. ഏതായാലും ഈ ഗവേഷണ ഫലം ഉറപ്പുവരുന്ന മറ്റൊന്ന്, ഇഞ്ചി വില കുറഞ്ഞ ഒരു സാധനം കൂടിയാണ്. വലിയ വില കൊടുത്ത് വാങ്ങേണ്ടതില്ല. പ്രമേഹത്തിനുള്ള മരുന്നുകൾ വലിയ വില കൊടുത്താണ് നമ്മൾ വാങ്ങേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങൾ നിരവധിയാണ്. ഗവേഷകർ പറയുന്നത് ഈ പ്രമേഹം കുറയ്ക്കുന്നതിൽ മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങളിൽ ഇഞ്ചി വളരെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നാണ്. ഗർഭിണികൾക്ക് അവരുടെ ഗർഭത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുന്ന കഠിനമായ ഓക്കാനം, ഛർദി തുടങ്ങിയവ നേരിടുന്നതിനൊക്കെ ഈ ഇഞ്ചി വളരെ ഫലപ്രദമാണ് എന്നാണ് ഇപ്പോൾ അമേരിക്കയിലെ ഡോക്ടർമാർ കണ്ടെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊക്കെ ഒരുപക്ഷെ വളരെ നേരത്തെ തന്നെ അറിയാവുന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ഇഞ്ചിയുടെ ഗുണങ്ങൾ വളരെ നേരത്തെ മനസ്സിലാക്കിയ ഒരു ജനവിഭാഗം തന്നെയാണ് നമ്മൾ മലയാളികളും. ടൈപ്പ് 2 ഇനത്തിൽപ്പെട്ട പ്രമേഹം നിയന്ത്രിക്കാൻ ഇഞ്ചിയോളം ഫലപ്രദമായ മറ്റൊന്നില്ല എന്നാണ് പറയുന്നത്. ഇത് ശരീരത്തിലുള്ള ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഈ ഇഞ്ചിക്ക് അസാധാരണമായ ഒരു ശേഷിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പലപ്പോഴും ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അംശം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പ്രമേഹബാധിതരാകുന്നതും. തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതമൊക്കെ തന്നെ നമ്മൾ ഒരുപാട് ക്രമീകരിച്ച്, പ്രത്യേകിച്ച് ഭക്ഷണകാര്യത്തിൽ തന്നെ ഒരുപാട് ക്രമീകരിച്ചാണ് പലപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പോൾ അതിനൊക്കെ വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതി തന്നെയായിരിക്കും ഇഞ്ചി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇഞ്ചി മാത്രം കഴിച്ചതുകൊണ്ട് ഈ അസുഖം മാറും എന്ന് ഒരു ഡോക്ടർമാരും പറയുന്നില്ല. നമ്മുടെ ആഹാരക്രമത്തിൽ ഇഞ്ചി കൂടുതൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും, അതുപോലെ ഈ പ്രമേഹം മാത്രമല്ല, ക്യാൻസർ, ഹൃദ്രോഗം തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾക്ക് കൃത്യമായ പ്രതിവിധിയാണ് നമ്മൾ എന്നും ഇഞ്ചി കഴിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു മനുഷ്യൻ ഒരു ദിവസം എത്രത്തോളം അളവിലാണ് ഇഞ്ചി കഴിക്കേണ്ടത് ആരോഗ്യപരമായ രീതിയിൽ അയാൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്നുള്ള കാര്യം ഈ ഗവേഷകർ ഇനിയും വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഇഞ്ചി ശരീരത്തിന് ഒരു അവിഭാജ്യ ഘടകം തന്നെയാണെന്നും നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഇത്രയും ഫലപ്രദമായ മറ്റൊരു പ്രകൃതി വിഭവം ഇല്ല എന്നും തന്നെയാണ് ഇപ്പോൾ ഈ ഗവേഷകർ പറയുന്നത്. രോഗികൾക്ക് ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായകമാകുന്ന കാർബോഹൈഡ്രേറ്റുകളെയൊക്കെ തന്നെ നിയന്ത്രിക്കുന്നതിൽ ഇഞ്ചിക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഇഞ്ചി എന്ന വളരെ ഫലപ്രദമായ, അല്ലെങ്കിൽ അസാമാന്യമായ ഗുണങ്ങളുള്ള ഒരു ഭക്ഷ്യവസ്തുവിനെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ വ്യാപകമായി നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. വീടുകളിലൊക്കെ പല വീടുകളിലും അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്കായി ഇഞ്ചി കൃഷി ചെയ്യുന്ന രീതി പോലും കേരളത്തിൽ പണ്ട് മുതലേ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇതൊക്കെ തന്നെ ആത്യന്തികമായി നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ കേരളത്തിലും പണ്ട് കാലത്ത് ഈ പ്രമേഹബാധയൊക്കെ വളരെ കുറവായിരുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇത്തരത്തിലുള്ള ഇഞ്ചി ചേർത്ത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടായിരിക്കാമെന്ന് നമ്മളിപ്പോൾ കരുതേണ്ടി വരും. കാരണം നമ്മുടെ പുതിയ തലമുറ ഇപ്പോൾ സിന്തറ്റിക് ഫുഡിൻ്റെ, അല്ലെങ്കിൽ കൃത്രിമമായി ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ചേർത്ത ഭക്ഷണ സാധനങ്ങളുടെ പിന്നാലെയാണ് കുതിക്കുന്നത്. നമ്മൾ പ്രകൃതിദത്തമായ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്നതൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഇപ്പോൾ ഈ ഇഞ്ചിയെക്കുറിച്ച് പുറത്തു വരുന്ന ഈ ഒരു റിപ്പോർട്ട്. ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ ടൈപ്പ് 2 പ്രമേഹബാധ ഉള്ള ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അവർക്കെല്ലാം തന്നെ ഏറെ പ്രതീക്ഷ നൽകുന്നതെന്ന് തന്നെയാണ് ഈ ഒരു കണ്ടെത്തൽ. ഒരു കാര്യം ഓർക്കുക, കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ പ്രമേഹം നമുക്ക് വലിയ തോതിലുള്ള അപകടം വരുത്തി വയ്ക്കും എന്ന കാര്യം. നിശബ്ദനായ കൊലയാളി എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൃദ്രോഗബാധ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ പലപ്പോഴും പ്രമേഹബാധിതർക്ക് ഇത് അറിയാൻ കഴിയാതെ പോകുന്നത് ഈ പ്രമേഹത്തിൻ്റെ ഒരു സ്വാധീനം കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഇനി മുതൽ ഇഞ്ചി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. സാധാരണഗതിയിലുള്ള നാടൻ ഭക്ഷണം കഴിക്കുക. നമ്മൾ ഈ സിന്തറ്റിക് ഫുഡിൻ്റെ പുറകെ പായുന്ന ശീലം ഒന്ന് കുറച്ചതിന് ശേഷം ഇത്തരം നാടൻ ഭക്ഷണ രീതികളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ പ്രമേഹം പോലെയുള്ള രോഗങ്ങളൊക്കെ തന്നെ
മാറി നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ പൂർവികർ പ്രകൃതിദത്ത വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച് ഇരുന്നതും ഇപ്പോൾ അതിൻ്റെയൊക്കെ വിപരീതമായി പുതിയ തലമുറ പുതിയ ഭക്ഷണത്തിൻ്റെ പിന്നാലെ ഓടുന്നതുമൊക്കെ തന്നെ ആയിരിക്കാം ഇപ്പോൾ പ്രമേഹ ബാധിതരുടെയും പ്രത്യേകിച്ച് ഈ പൊണ്ണത്തടിയൊക്കെ ഉള്ള ആളുകളുടെ എണ്ണവും വലിയ തോതിൽ വർദ്ധിക്കാനുള്ള കാരണം.